IPL-ൽ രാജസ്ഥാൻ റോയൽസിനെ തോൽവികളിൽ നിന്നും ജയത്തിലേക്ക് കൈപിടിച്ചുയർത്താൻ നായകൻ സഞ്ജു സാംസൺ മടങ്ങിയെത്തുകയാണ്. പരിക്കു കാരണം അവസാനത്തെ 5 മത്സരങ്ങളും നഷ്ടമായ സഞ്ജു ശേഷിച്ച 2 കളിയിലും ടീമിനെ നയിക്കാൻ ഇറങ്ങുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അടുത്ത തിങ്കളാഴ്ച ചെന്നൈ സൂപ്പർ കിങ്സുമായാണ് റോയൽസിന്റെ അടുത്ത പോരാട്ടം. ചെന്നൈയിലെ ചെപ്പോക്കിലാണ് മുൻ ചാമ്പ്യന്മാർ മുഖാമുഖം വരുന്നത്. പ്ലേ ഓഫ് പ്രതീക്ഷകൾ ഇതിനകം അവസാനിച്ചു കഴിഞ്ഞതിനാൽ ശേഷിച്ച 2 മത്സരങ്ങളിലും ജയിച്ച് മികച്ച രീതിയിൽ സീസൺ അവസാനിപ്പിക്കുകയാവും റോയൽസിന്റെ ലക്ഷ്യം. സഞ്ജുവിന്റെ മടങ്ങി വരവോടെ ടീം വിജയത്തിന്റെ ട്രാക്കിലേക്ക് മടങ്ങിയെത്തുമെന്ന ആത്മവിശ്വാസത്തിലാണ് റോയൽസ് ടീം. ചെന്നൈ സൂപ്പർ കിങ്സുമായുള്ള മത്സരത്തിൽ സഞ്ജു സാംസൺ മടങ്ങിയെത്തുന്നതോടെ കൗമാര താരം വൈഭവ് സൂര്യവംശിക്ക് രാജസ്ഥാൻ റോയൽസിലെ പ്ലേയിങ് 11-ലെ സ്ഥാനം നഷ്ടമാവുമോ എന്നതാണ് അടുത്ത ചോദ്യം. ഈ സീസണിൽ സഞ്ജുവിന്റെ അഭാവത്തിൽ 5 മത്സരങ്ങളിൽ 14 കളിച്ചു കഴിഞ്ഞു. ഒരു സെഞ്ചുറി അടക്കം നേടി വൈഭവ് തന്റെ സാന്നിധ്യം അറിയിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ വൈഭവിനെ പ്ലേയിങ് 11-ൽ നിന്നും മാറ്റി നിർത്താൻ റോയൽസ് കോച്ച് രാഹുൽ ദ്രാവിഡ് തയ്യാറാവില്ല. പകരം ഇനിയുള്ള 2 മത്സരങ്ങളിൽ കൂടി വൈഭവിന് അവസരം നൽകി താരത്തിന്റെ ആത്മവിശ്വാസം ഉയർത്താനായിരിക്കും അദ്ദേഹത്തിന്റെ ശ്രമം. ടീമിന് വേണ്ടി ഏത് പൊസിഷനിലും കളിക്കാൻ തയ്യാറുള്ള താരമാണ് സഞ്ജു. നേരത്തെ 3, 4 നമ്പറുകളിലെല്ലാം അദ്ദേഹം കളിച്ചിട്ടുള്ളതുമാണ്. വൈഭവിനെയും യശസ്വി ജയ്സ്വാളിനെയും തന്നെ ഓപ്പണിംഗ് റോളിൽ നിലനിർത്താനായിരിക്കും റോയൽസ് ശ്രമിക്കുക. അങ്ങനെ വരുമ്പോൾ സഞ്ജു തന്റെ ഓപ്പണിംഗ് പൊസിഷനായ ഓപ്പണിംഗ് വിട്ട് 3-ാം നമ്പറിലേക്ക് മാറുമെന്നും ഉറപ്പാണ്. കഴിഞ്ഞ സീസൺ വരെ റോയൽസിന്റെ സ്ഥിരം 3-ാം നമ്പർ ബാറ്ററായിരുന്നു അദ്ദേഹം. ഈ റോളിൽ തകർപ്പൻ പ്രകടനങ്ങളും സഞ്ജു നടത്തിയിട്ടുണ്ട്. ഈ സീസണിൽ ജോസ് ബട്ട്ലറുടെ അഭാവത്തിലാണ് അദ്ദേഹം ടീമിന്റെ ഓപ്പണിംഗ് റോൾ ഏറ്റെടുത്തത്. അത് നന്നായി മുന്നോട്ട് കൊണ്ടുപോകവെയാണ് സഞ്ജുവിന് പരിക്കേറ്റ് പുറത്താവേണ്ടി വന്നത്. തുടർന്ന് വൈഭവ് ഈ റോൾ ഏറ്റെടുക്കുകയായിരുന്നു. ചെന്നൈക്കെതിരെ രാജസ്ഥാൻ റോയൽസിന്റെ മധ്യനിരയിലേക്ക് വന്നാൽ 4-ാം നമ്പറിൽ കളിക്കുക റിയാൻ പരാഗ് ആയിരിക്കും. അതിനുശേഷം മറ്റൊരു ഓൾറൗണ്ടറായ നിതീഷ് റാണ, വെസ്റ്റ് ഇൻഡീസ് താരം ഷിംറോൺ ഹെറ്റ്മെയർ എന്നിവരുമായിരിക്കും ഇറങ്ങുക. സഞ്ജുവിന്റെ വരവോടെ ടീമിലെ സ്ഥാനം നഷ്ടമാവുക ധ്രുവ് ജുറേലിനായിരിക്കും. റോയൽസ് ബാറ്റിംഗ് നിരയിൽ ഏറ്റവും അധികം നിരാശപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന താരമാണ് ജുറേൽ. അദ്ദേഹത്തിന്റെ സ്ലോ ബാറ്റിംഗ് കാരണം അനായാസം ജയിക്കേണ്ട ചില മത്സരങ്ങളിൽ റോയൽസ് തോൽക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനാൽ ജുറേലിനെ ഒഴിവാക്കിയുള്ള ഒരു ടീം കോമ്പിനേഷൻ ആയിരിക്കും ചെന്നൈക്കെതിരെ റോയൽസ് പരീക്ഷിച്ചേക്കുക. രാജസ്ഥാൻ റോയൽസിന്റെ ബൗളിംഗ് ലൈനപ്പിൽ വലിയ മാറ്റങ്ങളൊന്നും വരുത്താൻ സാധ്യതയില്ല. 8ാമനായി ശ്രീലങ്കൻ ഓൾറൗണ്ടർ വനിന്ദു ഹസരംഗയുടെ ഊഴമായിരിക്കും. തുടർന്ന് ലങ്കയുടെ തന്നെ സ്പിന്നർ മഹീഷ് തീക്ഷ്ണയും ഇറങ്ങും. റോയൽസിന്റെ പേസ് ആക്രമണത്തിന്റെ ചുമതല ജോഫ്രെ ആർച്ചർക്ക് തന്നെയായിരിക്കും. അദ്ദേഹത്തിനൊപ്പം പേസ് ബൗളിംഗ് കൈകാര്യം ചെയ്യുക ആകാശ് മധ്വാളും യുദ്ധീർ സിംഗുമായിരിക്കും. ചെന്നൈക്കെതിരെ റോയൽസ് 11 വൈഭവ് സൂര്യവംശി, യശസ്വി ജയ്സ്വാൾ, സഞ്ജു സാംസൺ, റിയാൻ പരാഗ്, നിതീഷ് റാണ, ഷിംറോൺ ഹെറ്റ്മെയർ, വനിന്ദു ഹസരംഗ, മഹീഷ് തീക്ഷ്ണ, ജോഫ്ര ആർച്ചർ, ആകാശ് മധ്വാൾ, യുദ്ധീർ സിംഗ് എന്നിവരായിരിക്കും.